പ്രകമ്പനം ഡയറക്ടഡ് ബൈ വിജേഷ് പണത്തൂർ, റിട്ടൺ ബൈ ശ്രീഹരി വടക്കൻ. ഞാൻ ഇതുവരെ കണ്ടതിൽ, അല്ലെങ്കിൽ ഈ ഒരു വർഷം ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല ഒരു മലയാള സിനിമയായിട്ടാണ് എനിക്ക് പ്രകമ്പനം എന്ന സിനിമ തോന്നിയത്. എന്റർടൈനിങ് ആണ്, സാറ്റിസ്ഫൈങ് ആണ്, കുറെ ചിരിക്കാനുണ്ട്. ഹലോ മമ്മി, പടക്കളം, രോമാഞ്ചം, അടികപ്പിയൊരു കൂട്ടമണി എന്ന പോലത്തെ ഒരു ഒരേ റേഞ്ച് അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ഹൊറർ കോമഡി പടമാണ് ഈ ഒരു സിനിമയും. പക്ഷെ അടികപ്പിയാര്, രോമാഞ്ചം, പടക്കളം ഈ ഒരു റേഞ്ച് എത്തിയിട്ടില്ല. ഹലോ മമ്മീനെക്കാൾ ഒരു പടി മേലെ എന്ന് വേണമെങ്കിൽ എനിക്ക് സിനിമ വിശേഷിപ്പിക്കാം. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ പേഴ്സണൽ റേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഹാഫ് കിഡിലോസ്കിയായിരുന്നു, ഒരുപാട് ഫൺ എലമെന്റ്സ് ഉണ്ടായി, കുറെ ചിരിക്കാനുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ചിരിയുടെ മാലപ്പടക്കം എന്ന് തന്നെ പറയാൻ പറ്റും. പടക്കളം എന്ന സിനിമയാണെങ്കിൽ പോലും ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അവരുടെ ഇടയിലോട്ട് ഈ ബോഡി കൺട്രോളും ബോഡി സ്വാപ്പിങ്ങും ഇതെല്ലാം കയറി വരുന്നതുകൊണ്ട്, കയറി വന്നതിന് ശേഷമാണ് പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് മാറുന്നത്. അതേപോലത്തെ ഒരു കോർ ഐഡിയ, അതേപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഈ ഒരു സിനിമയിലും ഉണ്ട്. അത് വരാൻ പോവാണെന്ന് നമുക്ക് മനസ്സിലാവുന്നതോടെ നമുക്ക് ചിരി നിർത്താൻ പറ്റില്ല. അത്ര രസമാണ് ആ ഒരു സാധനം, ആ ഒരു കോർ ഐഡിയ. അത് എന്തായാലും ഡയറക്ടർ ഡെബ്യൂ നല്ല സൂപ്പർ തുടക്കം തന്നെ എനിക്ക്. ആൻഡ് അതേപോലെ തന്നെയാണ് സാഗറിന്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു സിനിമയില്. എനിക്ക് പേഴ്സണലി സാഗറിന് തൊട്ട് മുന്നത്തെ പെർഫോമൻസ് ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ്. പണി എന്ന സിനിമയിലെ വില്ലൻ പെർഫോമൻസ് ഭയങ്കര മോശമായിട്ട് തോന്നിയതാണ്. പക്ഷെ ഈ ഒരു സിനിമയിൽ സാഗർ പൊളിച്ചടക്കി എന്ന് തന്നെ പറയാൻ പറ്റും. അതിന്റെ ഒപ്പം തന്നെ സാഗറിനെ സൂപ്പറായിട്ട് സപ്പോർട്ട് ചെയ്തത് ഗണപതി, അല്ലമീൻ, ഇവർ രണ്ടുപേരും കിടിലനായിട്ട് തന്നെയായിരുന്നു സാഗറിനെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ മല്ലിക സുകുമാരൻ ഉണ്ട്, മല്ലിക സുകുമാരൻ നന്നായിരുന്നു, ക്യൂട്ടായിരുന്നു. ശീതൽ ജോസഫ് നന്നായിരുന്നു. രാജേഷ് മാധവൻ, അസീസ് നെടുമങ്ങാട്, അതേപോലെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സിനിമാ ലോകവും ഈ ലോകവും വിട പറഞ്ഞ നവാസേട്ടൻ ഈ ഒരു സിനിമയിനകത്തുണ്ട്. അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗ് പക്കിയായിരുന്നു ഈ ഒരു സിനിമയുടെ. പക്ഷെ ഈ സിനിമയുടെ പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ആയിട്ട് കമ്പയർ ചെയ്തതിന് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഓളമില്ല. ആ ഒരു കോമഡി ഒന്നും വലിയ രീതിയിൽ വർക്കായില്ല. അധികം ഹ്യൂമർ അധികം കണക്ട് ആവുന്നില്ല സെക്കൻഡ് ഹാഫിൽ.